ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇവിടെ ഒരു 4 മണിക്ക് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 2 നേന്ത്രപ്പഴവും 2-3 നേന്ത്രപ്പഴം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കുറച്ച് നേന്ത്രപ്പഴവും കുറച്ച് മൈദയും കുറച്ച് നാളികേരം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അതിനുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കാം. അപ്പോൾ നല്ല മധുരവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ 3 നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളയണം. ആദ്യം നിങ്ങൾക്ക് 2 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ച് അധികമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ടാണ് ഞാൻ 3 എണ്ണം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വട്ടത്തിലല്ല കേട്ടോ, നമ്മളിങ്ങനെ കുറച്ച് നീളത്തിൽ തന്നെ നമുക്ക് പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യൂലേ, അതുപോലെ തന്നെ നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 3 പഴവും ഞാനൊന്ന് തോല് പൊളിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ തോലൊക്കെ പൊളിച്ച നേന്ത്രപ്പഴം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ പഴംപൊരിക്ക് കുറച്ചും കൂടി കട്ടിയിലാണ് കട്ട് ചെയ്യുക. ഇത് ഒത്തിരിയും കൂടി നേർമേൽ ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പഴം ഏകദേശം ഒരു 3 അധികം വണ്ണം അല്ലെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ആക്കാൻ പറ്റുണ്ടാവുള്ളൂ. വല്ലാതെ ഒരു കുറച്ച് വണ്ണമുള്ള പഴമൊക്കെയാണ് 4 എണ്ണമായിട്ട് കട്ട് ചെയ്തോളേ. അപ്പോൾ ഞാനിവിടെ എല്ലാം നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുറച്ച് നെയ്യ് മതി. നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതായതുകൊണ്ട് നമുക്ക് നെയ്യ്, ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഇവിടേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴമൊക്കെ ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ടൊക്കെ ഈ പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി, ഒരുപാട് ബ്രൗൺ നിറത്തിലാവണ്ട. തീയൊക്കെ നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഏകദേശം ഒരു സൈഡായി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ സൈഡും ഇതുപോലെ നല്ല കുറച്ച് മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് കട്ടായി പോവും, കുഴപ്പമൊന്നുമില്ല. അത് നല്ല നൈസ് ആയതുകൊണ്ടാണ് ഇതുപോലെ ആയി വരുന്നത്. ഇനി ഞാൻ അടുത്ത ട്രിപ്പും കൂടി ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. കുറച്ച് നെയ്യും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 3 പഴം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 ട്രിപ്പായിട്ട് തന്നെ ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ആയി വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് 2 പഴമൊക്കെയാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പഴമായിട്ടുണ്ട്. ഇനി ഞാനിത് പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ഇനി അതേ പാൻ തന്നെ ഒന്നും കൂടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് നാളികേരമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഫില്ലിങ്ങിനായിട്ടുള്ള നാളികേരമാണ്. അപ്പോൾ ഒരു ചെറിയ നാളികേരത്തിൻ്റെ ഒരു മുറി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നാളികേരം എടുക്കുക. പിന്നെ ഞാൻ ഒരു 10-15 അണ്ടിപ്പരിപ്പും കൂടി നന്നായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചൂടാവുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മധുരം ആവശ്യത്തിന് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മധുരം ഇവിടെ ഇട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ചൊരു മധുരമൊക്കെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് വീഡിയോ എടുക്കാൻ സ്കിപ്പ് ചെയ്തു പോയതാണ്. അപ്പോൾ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുത്ത് വെക്കുക കേട്ടോ. നന്നായി ചൂടായതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ളു ഉപ്പ്, ഒരു 2 സ്പൂണ് പഞ്ചസാര. ആ മാവിനൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാരയേ ഉള്ളൂ. ഇനി അതിലേക്ക് ഒരു 3 കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചെറിയ ബൗളാണ് ഇവിടെ എടുത്തതായതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ ബൗൾ എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്പൂണോ അല്ലെങ്കിൽ ഫോക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ പാല് ഒഴിച്ചിട്ട് ഇതൊന്ന് പിന്നെ ബാറ്റർ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അത്യാവശ്യം ഒരു ദോശമാവിൻ്റെ ആ ഒരു രൂപത്തിൽ തന്നെ ബാറ്റർ റെഡിയാക്കുക. എന്നിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ച് ഇതുപോലെ നമ്മൾ ഒരു 2-3 തവി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ചെറിയ തവി ആയതുകൊണ്ടാണ് ഞാനൊരു 3-4 എണ്ണം ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്ത ഈ പഴം ഇതുപോലെ വയ്ക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ നാളികേരത്തിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക്
നന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നാളികേരത്തിൻ്റെ ആ മധുരമൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വളരെ വളരെ സ്ലോയിൽ നമ്മൾ ഈ തീ കത്തിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഈ ബാറ്റർ ഒന്ന് വേവുന്ന തക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം ഇത് മൈദയും കോഴിമുട്ടയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കൊന്ന് ഇത് റെഡിയാക്കിയെടുക്കാം. ഏകദേശം ഒരു 2-3 സെക്കൻഡ് മാത്രം മതി, കാരണം പെട്ടെന്ന് തന്നെ അത് വെന്ത് വരും. ഇനി നമുക്കിത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, താഴെ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കത്തി വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം കട്ട് ചെയ്തിട്ട് റൗണ്ടാക്കി കട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ അണ്ടിപ്പരിപ്പും പിന്നെ ആ നാളികേരവും പഴമൊക്കെ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ ഏലക്കായൻ്റെ ടേസ്റ്റൊക്കെ അധികം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളി ഒരു പലഹാരം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും. ബൈ.